ഭൂമി ഏറ്റവും മനോഹരമായ ഒരു ഗ്രഹമാണ്. ഭൂമിയുടെ സവിശേഷത മറ്റു പല ഗ്രഹങ്ങൾക്കും ഇല്ല. പക്ഷെ ഭൂമിയിൽ മനുഷ്യർ പലപ്പോഴും സംഘർഷങ്ങളുടെ വിത്ത് വിതയ്ക്കുന്നവരാണ്. സമാധാനത്തെക്കുറിച്ച് പറയുകയും സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യ മനസ്സിന്റെ വൈകല്യം. എത്രയെത്ര യുദ്ധങ്ങളാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. എത്രയോ മനുഷ്യർ, എത്രയോ സംസ്കാരങ്ങൾ, എത്രയോ നന്മകളാണ് ആസക്തി കൊണ്ട മനുഷ്യരുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമർന്ന് ഇല്ലാതായത്. അതിലൊന്നാണ് ശീതയുദ്ധം, കോൾഡ് വാർ. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലായിരുന്നു ശീതയുദ്ധം അരങ്ങേറിയത്. 1945 രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകാധികാരത്തിന് വേണ്ടി 1945 മുതൽ 1991 വരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുകയല്ല, എങ്കിലും അവർ ഭൂമി ജീവിതത്തിന് സമ്മാനിച്ചത് അളവറ്റ കെടുതികളായിരുന്നു. ഇരു രാഷ്ട്രങ്ങളും തങ്ങളുടെ ആശയങ്ങളുടെ പ്രചരണം, ചാരവൃത്തി, ആയുധങ്ങളുടെ അളവറ്റ സമാഹരണം തുടങ്ങി നിരവധി സവിശേഷതകൾ ഇതിനുണ്ടായിരുന്നു. രണ്ടാം ലോക യുദ്ധാനന്തരം ഇരു രാഷ്ട്രങ്ങളും ലോകത്തിന്റെ മേൽക്കൈ നേടാൻ ആഗ്രഹിച്ചു. അതിനവർ ചാരപ്രവൃത്തികൾ ചെയ്തു. ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. രാഷ്ട്രജീവിതത്തെ അസ്വസ്ഥമാക്കി. അണുവായുധങ്ങൾ ഉൾപ്പെടെ സൈനിക ശക്തി മത്സരിച്ച് വർദ്ധിപ്പിച്ചു. ചില രാഷ്ട്രങ്ങളെ സ്വാധീനിച്ച് തങ്ങൾക്കൊപ്പം നിർത്തി അവരെ കൊണ്ട് യുദ്ധങ്ങൾ ചെയ്യിപ്പിച്ചു. ഒപ്പം നിന്ന രാജ്യങ്ങൾക്ക് പ്രോക്സി കൺട്രീസ് എന്നായിരുന്നു പേര്. ഈ രാഷ്ട്രങ്ങളുടെ രക്ഷകരായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും രംഗത്ത് വന്നു. മൂന്നാം ലോക രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ, പ്രക്ഷോഭകാരികളെ, സൈനിക ശക്തികളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമങ്ങൾ നടന്നു. പലതിലും വിജയം കണ്ടെത്തുകയും ചെയ്തു. പ്രോക്സി രാജ്യങ്ങൾക്ക് ധനം, ആയുധം, സൈനിക സഹായം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്തു. ദക്ഷിണ കൊറിയ, ദക്ഷിണ വിയറ്റ്നാം, വിവിധ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയവയിലായിരുന്നു അമേരിക്കയുടെ സ്വാധീനം. സോവിയറ്റ് യൂണിയൻ സ്വാധീനിച്ചത് ക്യൂബ, ഉത്തര കൊറിയ, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മധ്യ പൗരസ്ത്യ രാജ്യങ്ങൾ എന്നിവയായിരുന്നു. ഈ രാഷ്ട്രങ്ങളെ പലപ്പോഴും ചൂഷണങ്ങൾക്ക് വിധേയരാകാനും ഇരു രാജ്യങ്ങളും മറന്നില്ല. ശീതയുദ്ധത്തിൽ അമേരിക്കയ്ക്കായിരുന്നു മേൽക്കൈ. ശക്തമായ സമ്പദ് വ്യവസ്ഥ, ദൃഢമായ സൈന്യം, മുന്തിയ സാങ്കേതികവിദ്യ, ജനാധിപത്യം, മുതലാളിത്തം തുടങ്ങിയ ആശയങ്ങൾ, ഇവയെല്ലാം അമേരിക്കയെ മുന്നിൽ നിർത്തി. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതയുദ്ധം അവസാനിച്ചു. ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നീ രണ്ട് പരിഷ്കാരങ്ങൾ കൊണ്ട് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ആധുനീകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് നടത്തിയ ശ്രമങ്ങളാണ് ഇതിന് കാരണമായത്. സോവിയറ്റിലെ ഇതര റിപ്പബ്ലിക്കുകൾ സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനുമായി രംഗത്ത് വന്നു. 1989 ബെർലിൻ മതിലിന്റെ തകർച്ചയും 1991 സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി പിരിച്ചുവിടുകയും ചെയ്തതോടെ ശീതയുദ്ധത്തിന് അവസാനം വന്നു. അമേരിക്കയ്ക്ക് പകരക്കാരില്ലാത്ത ഔന്നത്യം ലഭിക്കുകയും ചെയ്തു.